പ്രിയപ്പെട്ടവരെ, ഞാനെന്നുള്ളത് എൻ്റെ സ്വന്തം നാടിനടുത്തുള്ള തിരുമറ്റക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. തിരുമറ്റക്കോട് പട്ടാമ്പി റോഡാണ് ആ കാണുന്ന ആ ഒരു ബ്രിഡ്ജ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വരുന്നത് നമ്മുടെ എല്ലാ തോടുകളിൽ നിന്നുള്ള ഒരു കണക്ഷൻ്റെ മെയിൻ ഭാഗമാണ്. എന്നിട്ട് നേരെ കാണുന്ന ആ ഒരു പുഴയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. നമ്മൾ പറയാൻ വന്നത് മറ്റൊന്നുമല്ല, ഈ കാണുന്ന ആളുകളൊക്കെ എല്ലാ സീസണിലും മഴ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും. ഒരുപാട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്. നല്ല രീതിയിലുള്ള മീൻ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. മുകൾ ഭാഗത്തു നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. അപ്പോൾ ഇവിടെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ വന്ന് മീൻ പിടിച്ചു പോകുന്നു, പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരുപാട് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. ഫാമിലി അടക്കം ഈ ഒരു ഭാഗത്ത് ഇത് കാണാൻ വേണ്ടിയിട്ട് ഫാമിലീസ് അടക്കം വരുന്നുണ്ട് കേട്ടോ. അവിടെ മീൻപിടുത്തം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ആളുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അതിൻ്റെ മുകളിൽ, പാലത്തിൻ്റെ മുകളിൽ നിന്നിട്ടും അതുപോലെ താഴെ നിന്നിട്ടൊക്കെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ അവിടെ ആ കാണുന്ന ഭാഗത്തൊക്കെ ആളുകൾ ഒന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതലും വലയിൽ നിന്നാണ് ഇവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. വല വീശിയിട്ടും അതുപോലെ തന്നെ വല കൊണ്ട് രണ്ട് പേരിങ്ങനെ കൂട്ടി പിടിച്ചിട്ടൊക്കെയാണ് ഇവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മീൻ പിടിച്ചിട്ടുള്ളവർ റോഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ നിൽക്കുന്നതും അതുപോലെ തന്നെ വീട്ടിൽ കറി വെക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഒരു അടിപൊളി മുളങ്കാടൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ വരുന്ന വഴിക്ക്. മീൻ കിട്ടിയോ? എന്തൊക്കെ മീൻ? എല്ലാ മീനും ഉണ്ടല്ലേ? ഫുള്ള് പരല്. എത്ര രൂപ ഇത്? 500 രൂപയ്ക്ക് ഇത് കംപ്ലീറ്റ് കിട്ടും അല്ലേ? 500 രൂപ അല്ലേ? ഫുള്ള് പരല് 500 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിക്കുകയാണ്. അപ്പോൾ ചേട്ടനിത് അവിടെ കവറിലാക്കി തരാം കേട്ടോ. വരുന്ന വഴിക്ക് തന്നെ ചേട്ടനെ കണ്ടാൽ നന്നായി അല്ലേ? ഇതെപ്പോൾ മുതൽ പിടുത്തം തുടങ്ങിയതാ? എപ്പോഴാണ് പിടുത്തം തുടങ്ങിയത്? ഉച്ചക്ക് പിടിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഉച്ചക്ക് പിടിച്ചു തുടങ്ങി അപ്പോഴേക്കും ചേട്ടനിത് അത്രയും പരലുകളെ കിട്ടിയിട്ടുണ്ടോ? താഴത്ത് വീഴണ്ട. വേറെ എന്തൊരു മീൻ ഉണ്ടല്ലോ, ഒക്കെ വകുപ്പലുണ്ട് അല്ലേ? അടിപൊളി മീനാട്ടോ. ഒരടി ഇടോട്ടെ കണ്ടാ, ഒക്കെ അടിപൊളി അടിപൊളി മീനുകൾ. ഞങ്ങൾക്ക് പൂത്തേർക്ക് ചക്കപ്പാണ് അവിടെ നേരിട്ടുണ്ട്. ഇതെന്താ വല വേണ്ടേ? അങ്ങോട്ട് പോകുമ്പോൾ പട്ടാമ്പി, അതുപോലെ തന്നെ പാലത്തിൻ്റെ ഇങ്ങോട്ട് പോകുമ്പോൾ തിരുമറ്റക്കോട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ആളുകൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കൂടിയിരിക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളാണ് ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ബ്രിഡ്ജിൻ്റെ മേലെ നോക്കുമ്പോൾ അതാ എല്ലാവരും ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ താഴത്തേക്ക് നോക്കുമ്പോൾ അതാ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ, അവിടെയൊക്കെ ആളുകൾ മീൻ പിടിക്കുകയാണ്. ഇതുപോലെ തന്നെ ആ പുഴയുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇറങ്ങുന്ന ഒരു സമയമാണ്. കൂടാതെ പുഴയും തോടൊക്കെ കൂടി ഒന്നിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് മീനുകൾ കിട്ടുന്നുണ്ട്. ഫാമിലി അടക്കം അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി നല്ല പ്രകൃതി ഭംഗി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഭാഗം. ഇവിടെ കംപ്ലീറ്റ് പാടമാണ്. പാടത്തിൻ്റെ ഈ ഒരു പാടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രോൺ ഷോട്ടിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ഈ പാടം കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് അവിടെയും മീനിങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇതൊക്കെ കോലാനാണ്, കോലാൻ. അപ്പോൾ അവിടെ മീനിൻ്റെ സെയിലിങ് നടക്കുന്നുണ്ട്. ആളുകളൊക്കെ ഇവിടുന്ന് കാണാൻ വന്നതാണ്. സൂപ്പർ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടെ മീൻപിടുത്തം മാത്രമല്ല, വന്നു കഴിഞ്ഞാൽ അടിപൊളി പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഈ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടോ ആ ഒരു ഭാഗത്താണ് മീൻ പിടിക്കുന്ന സ്ഥലം. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി നല്ല വൈബുള്ളൊരു സ്ഥലം തന്നെയാണ്. മഴക്കാലത്ത് അതല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ഒരു ഏരിയ വളരെ ഭംഗിയുള്ളൊരു ഏരിയയാണ് കേട്ടോ. എന്തായാലും നമ്മളിവിടുന്ന് യാത്ര തുടരാണ്. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.